അയ്യോ, ഇത് എപ്പോ നോക്കിയാലും ഈ ദോശ മാത്രമേ ഉള്ളൂ അമ്മേ. എന്താടി 2 ദിവസം മുമ്പ് ഇഡ്ഡലി ആയിരുന്നില്ലേ? എപ്പോഴും ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി. ഇതെന്നെ മാറി മാറി എത്ര കാലം കഴിക്കും അമ്മ? എന്നാ മോളൊരു കാര്യം ചെയ്, വാ വന്ന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ചോ. എനിക്ക് പഠിക്കാണ്ടമ്മ. എന്തെങ്കിലും ഒരു പണി പറഞ്ഞാ അപ്പൊ പഠിക്കാണ്ട് വേണ്ടി ഓരോ ന്യായങ്ങൾ പറയാൻ നിൽക്കും. അല്ലാത്ത സമയത്ത് ഏത് നേരം ഫോണിൽ കുത്തിക്കൊണ്ട് നടക്കുകയാണല്ലോ. ഇതേ പെണ്ണെ, ഉള്ളത് കഴിച്ചിട്ടേ പോവാൻ നോക്ക്. പിന്നെ ഉള്ളത് കഴിച്ചിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അമ്മ വേണമെങ്കിൽ ദോശയും ചമ്മന്തിയും കഴിച്ചോ, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ പോവാ. ഓർഡർ ചെയ്യേ? എടി, നിനക്കൊക്കെ വേണ്ടി രാവിലെ 5 മണിക്ക് അണിച്ച് എല്ലാം വെച്ചൊരുക്കി ടേബിളിൽ മേലെ വെച്ച് തരുമ്പോ അതൊന്നും കഴിക്കാൻ വയ്യ അല്ലേ? ഓർഡർ ചെയ്യാൻ നിൽക്കണോ? അല്ലെങ്കിലും ഇവിടെ അനാവശ്യമായിട്ട് ചെലവാക്കാൻ പൈസയൊന്നുമില്ല. നീ ചെക്കനെ വിളിച്ചിട്ടേ വേഗം കഴിക്കാൻ നോക്ക്. എന്താ അമ്മയോ പിശുക്കത്തി, ഒന്നും ഓർഡർ ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ മര്യാദക്ക് ഉണ്ടായിക്കോടെ. അത് ചെയ്യില്ല. എടാ, നിനക്ക് കഴിക്കാൻ വേണയാ? അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആയോ? എന്താ സ്പെഷ്യൽ ഇന്ന്? സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാ, ദോശയും ചമ്മന്തിയും. ഞാനേ പുറത്തു പോയി കഴിക്കാം, നീ എന്തെങ്കിലും ചെയ്. ഓ, കോളേജിന്റെ ഫീസ് അടയ്ക്കാണ്ട് വേണ്ടിട്ട് അച്ഛനെ അടിച്ചു മാറ്റിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യടാ? നീ ഓർഡർ ചെയ്യ്. ഓർഡർ ചെയ്താ അമ്മൻ്റെ പകലോട് വെക്കേണ്ടി വരും. അതിന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. ഓ, ഈ അമ്മ ഒരു ശല്യം തന്നെയാണല്ലോ. അത് സാരില്ല, നീ അറിയാണ്ട് ഓർഡർ ചെയ്യ്. എൻ്റെ അടുത്ത് അത്ര പൈസ ഒന്നുമില്ല, ആ കൂടെ 150 ഉറുപ്പിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, പോയി അച്ഛനെ സോപ്പിട്. ആ, ഇനിയിപ്പോൾ അതേ നടക്കുള്ളൂ. അച്ഛൻ വേഗം വീഴും. അച്ഛാ, എന്താ മോളെ? ഇവിടെ എപ്പോഴും ദോശയും ചമ്മന്തി അച്ഛാ. എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പൊറോട്ടയും ചിക്കൻ കറി ഓർഡർ ചെയ്യട്ടെ? അച്ഛൻ പൈസ തരുമോ? എന്താടി, എന്താ അച്ഛൻ്റെ അടുത്ത് പറയണത്? ജാനകിയേ, കുട്ടികൾക്ക് എന്താ വേണ്ട അത് ഉണ്ടാക്കി കൊടുത്തോടെ നിനക്ക്. പിന്നെ ഇതെന്താ വല്ല ഹോട്ടലാണല്ലോ, ഓരോരുത്തർക്ക് ഓരോ രീതിക്ക് വെച്ച് വിളമ്പാൻ. എന്നാലേ എല്ലാവരും വന്ന് സഹായിക്കന്നെ. അല്ല, നിനക്ക് എന്താ ഇഷ്ടം അത് ഉണ്ടാക്കിയാൽ മതി. മതി, അതൊക്കെ അവിടെ വെച്ചിട്ടേ എല്ലാവരും വന്ന് കഴിക്കാൻ നോക്ക്. എന്താ അച്ഛാ, ഒന്ന് പറയേ. എൻ്റെ ഒന്നു മോളെ, നിന്റെ അമ്മ നല്ല ചൂടില്ല. ഇപ്പം അച്ഛൻ എന്തെങ്കിലും പറയാന്നുണ്ടല്ലോ നല്ല ചീത്ത വെക്കും. മോളൊരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ മൊബൈൽ ആ ടേബിളുണ്ട്, നീ അമ്മ കാണണ്ട് പോയി ഓർഡർ ചെയ്യ്. താങ്ക് യു അച്ഛാ. കുഞ്ഞൂസേ, ഇതത്ര പഴയ ബാഗൊന്നും അല്ല. ഇവിടുത്തെ ഏട്ടനെ കഴിഞ്ഞ വർഷം വരെ ഉപയോഗിച്ചതാ. അപ്പം അവൻ ഇത് പോരാ, പുതിയത് വേണം പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തു. ഇത് വെറുതെ കിടക്കല്ലേ, കുറച്ച് വലുതാവുന്നേ ഉള്ളൂ. എന്തായാലും മോന് പുതിയ ബാഗൊന്നും ഇല്ലല്ലോ, തൽക്കാലം ഇപ്പം ഇതിൽ കൊണ്ടുവയ്ക്കോ കേട്ടോ. പിന്നെ ഇതിലൊരു കോടയും കൂടി വെച്ചിട്ടുണ്ട്, മഴ നനയാണ്ട് പോവാലോ. താങ്ക് യു അച്ഛമ്മേ. എൻ്റെ ബാഗല്ലേ? ഡാ ഇന്നൊക്കെ എന്താ അങ്കളെ? ഈ ബാഗ് നിനക്ക് ആരും എന്നാ? എനിക്ക് ഇവിടുത്തെ അച്ഛമ്മ തന്നതാണോ? അച്ഛമ്മയോ? ഏതാ നിന്റെ അച്ഛമ്മ? ചോയ്സില്ലാത്ത ജന്തുക്കളൊക്കെ വീട്ടിൽ പിടിച്ച് കഴിച്ചിട്ട് ഈ അമ്മയ്ക്ക്. ഡാ ആ ബാഗ് താടാ. ഡാ, എന്താടാ ചെയ്യുന്നത്? ഈ ചെക്കനൊക്കെ ആരാ എൻ്റെ ബാഗ് കൊടുക്കാൻ പറഞ്ഞേ? ഉണ്ടാതിരുന്നോ, അത് നീ പണിയെടുത്തിട്ട് വാങ്ങിച്ചാടാ. കുഞ്ഞുസേ, മോനത് കൊണ്ടുവയ്ക്കോ കേട്ടോ. വേണ്ട അച്ഛമ്മേ. അത് സാരില്ല, അങ്കിള് വെറുതെ പറഞ്ഞതാ. മോൻ കൊണ്ടുവയ്ക്കോ. അമ്മയ്ക്ക് ഇത് എന്തിനു കേടാ? ഈ പൈസ ഇല്ലാത്ത ജന്തുക്കളൊക്കെ എന്തിനാ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? എന്തെങ്കിലും ഒന്നും ആർക്കും കൊടുക്കാതിരിക്കാനേ പറ്റില്ല അല്ലേ? ഫുഡ് ഓർഡർ ചെയ്താൽ അത് കൊടുക്കും, പഴയ ഡ്രസ്സ് കൊടുക്കും. ഇപ്പം എന്താ അമ്മയ്ക്ക് എന്തിനു കേടാ? ആ നല്ല ബാഗല്ലേടാ, 1 വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് വേണ്ടാവട്ടെ ആ മുക്കിലിട്ടതല്ലേ. വെറുതെ എന്തിനാ അവിടെ ഉപയോഗമില്ലാണ്ട് കിടക്കണ വേണ്ട ഞാൻ ആ കുട്ടിക്ക് കൊടുത്തത്. നിനക്ക് അവൻ്റെ അവസ്ഥ അറിയില്ലേ? പാവങ്ങളാ. ഇന്നലെ ഒരു കവറിൽ ബുക്ക് വിട്ട് മഴ നനഞ്ഞ് പോണ കണ്ടപ്പോഴേ അമ്മയ്ക്ക് എന്തോ സഹിച്ചില്ല. എനിക്ക് വല്ല ജോലിയോ പോലും ഉണ്ടെങ്കിലേ ഞാനിന് പുതിയ ബാഗും കൂടെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാകും. അതങ്ങനെയാ, നിങ്ങളുടെ രണ്ടിൻ്റെയും കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ. എന്തായാലും അത് അത്ര പഴയതൊന്നും അല്ലല്ലോ.
ഞാൻ അലക്കിയിട്ടിട്ട് കൊടുത്തതാ. അതിൻ്റെ കൂടെ ഒരു കൊടയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പഴയത്. അടിപൊളി. അമ്മ ഒരു കാര്യം ചെയ്യ്, ഈ വീട് തന്നെ എഴുതി കൊടുക്ക്. ഇഷ്ടം തന്നെ. എത്ര പറഞ്ഞാലും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഈ പിള്ളേരെന്താ എങ്ങനെയായത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സാധനങ്ങൾ. അതെങ്ങനെയാ? പൈസൻ്റെ വില അറിഞ്ഞിട്ട് മക്കളെ വളർത്തണം. ഇത് ചോദിക്കണ എല്ലാ സാധനങ്ങളും മുന്നിൽ എത്തിച്ചു കൊടുക്കുമല്ലോ അച്ഛൻ. പിന്നെ ഇങ്ങനെ ആയില്ലെങ്കിലും അത്ഭുതമുള്ളൂ. അയ്യോ, എൻ്റെ പിസ എവിടെ? എടാ എടാ, എന്താടി എന്താ വിളിച്ചു പോകുന്നത്? എടാ, പിസ വന്ന് നീ കഴിച്ചല്ലേ? എൻ്റെ അല്ലേ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചത്, അതും നീ എടുത്ത് കഴിച്ചു അല്ലേ? പിന്നെ എനിക്ക് അതല്ലേ പണി. എനിക്ക് പിസയൊന്നും ഇഷ്ടമല്ല. ആ കൂടെ ഒരു പിസ കഴിച്ചുള്ളൂ. പെണ്ണെ, നീ എവിടെയും കൊണ്ടുവച്ചിട്ട് എന്റെ മേലെ ചാടാൻ നിൽക്കണ്ട കേട്ടോ. എടാ, പിന്നെ കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചായിരുന്നു, അതിപ്പോ കാണുന്നില്ലാന്ന്. എന്താടാ, എന്താ പിള്ളേരെ അടി തുടങ്ങിയാ? അമ്മ, ഫ്രിഡ്ജിൽ ഞാൻ പിസ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അമ്മ എടുത്താ. അതിനാണ് ഇപ്പൊ രണ്ടും കൂടി ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അത് ഞാൻ എടുത്തു. ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ മര്യാദയ്ക്ക് ചോദിച്ചല്ലേ അമ്മയ്ക്ക് വേണോ വേണമെന്നോ. അപ്പൊ വേണ്ട 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 വലിയ ഡിമാൻഡ് കാണിച്ചിട്ട് എൻ്റെ എടുത്തിരിക്കുക. ഞാൻ കഴിച്ചൊന്നല്ല, അത് ആ രാഘവേട്ടൻ്റെ മോൾക്ക് കൊടുത്തതാ. എന്താ അമ്മ, ഞാൻ കഴിക്കാൻ വെച്ച പിസയാണ് അവൾക്ക് എടുത്ത് കൊടുത്തത്? അത് ഗീതു, കാര്യം എന്താണെന്നറിയോ? അവര് 4 മാസം പ്രഗ്നന്റ് അല്ലേ. അവളുടെ ഭർത്താവായിട്ട് പ്രശ്നമായിട്ട് ഇവിടെ വന്ന് കുറെ കാലം നിൽക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഗതിയില്ലാണ്ട് എന്തോ ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കല്ലേ. അപ്പൊ അവർക്കൊന്നും ഈ പിസ മേടിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് നിന്റെ അമ്മ അവർക്ക് പിസ മേടിച്ചു കൊടുത്തു അല്ലമ്മേ? ഡാ, മറ്റുള്ളവന്റെ അവസ്ഥ വെച്ചിട്ടേ കളിയാക്കാൻ നിൽക്കല്ലേ. നിനക്കെന്താടാ പൈസ ഇല്ലാത്തവരെ കാണുമ്പോൾ ഇത്ര പുച്ഛം? രാവിലെ ആ കുഞ്ഞൂസിന് എന്തൊക്കെയോ പറയണ കേട്ടു. അമ്മ എന്തിനപ്പോ അവൾക്ക് പിസ കൊടുത്തത് അത് പറ. നിർത്തടേ, നിന്നെക്കാളും 4 വയസ്സ് കൂടുതലല്ലേ ആ കുട്ടിക്ക്? എന്നിട്ട് അവളത്രേ. രണ്ടിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. കുറയ്ക്കുന്നതാട്ടാ രണ്ടിനും നല്ലത്. എടി മോളെ, അവള് ഗർഭിണിയല്ലേ. നീ പിസ വാങ്ങുന്ന സമയത്ത് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മറ്റുള്ളവർ എന്തെങ്കിലും വാങ്ങിക്കുകയോ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് അമ്മ കൊടുത്തതാ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനും അവൻ്റെ അടുത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറയേ. അല്ലാണ്ട് ഞാൻ കഴിക്കാൻ വെച്ച പിസ എടുത്ത് കൊടുക്കണത്. അതിന് അവരുടെ പിസ മേടിക്കാൻ പൈസ വേണ്ടേ? അമ്മ നന്മമാരല്ലേ, എല്ലാവർക്കും പോരിക്കോരി കൊടുക്കുമല്ലോ. എന്താ അത്? അമ്മ മക്കളും കൂടി എന്താക്കത്? ഇതായിരുന്നു സൗണ്ട് ഉണ്ടല്ലോ പുറത്ത് വെക്കുന്നത്. എന്താ ജാനകി, എന്തിനാ ഈ കുട്ടികൾ ഇങ്ങനെ ചീത്ത പറയുന്നത്? അച്ഛനെ അമ്മനെ അല്ലാണ്ട് വേറെ ആരും കല്യാണം കഴിക്കാൻ കിട്ടിയില്ല. ഒന്നാമത് ഭൂലോക പിശുക്കത്തിയാ. എങ്ങനെയൊക്കെ കൈയും കാര്യം പിടിച്ചിട്ടാ ഞാനൊരു പിസ ഓർഡർ ചെയ്തത്. അതിപ്പോ വേറെ ആർക്കും എടുത്ത് കൊടുത്തിരിക്കണോ? എന്റെ ബാഗും കൊടയെടുത്ത് ഏതൊരു ചെക്കനും കൊടുത്തിരിക്കുന്നു. അമ്മ ഒരു ശല്യമായി മാറിയിട്ടുണ്ട് ഇപ്പൊ. കഴിഞ്ഞടാ, കഴിഞ്ഞാ നിങ്ങളുടെ പരാതി പറച്ചിലൊക്കെ കഴിഞ്ഞാ? നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മ പിശുക്കത്തിയാണ്, ഒന്നിനും കൊള്ളാത്തവളാണ്, ശല്യാണെന്നൊക്കെ അല്ലേ? കേൾക്കണടാ, നിങ്ങൾ രണ്ടാളും ഞാൻ തന്നെ പറഞ്ഞോ. എനിക്ക് കാല് വയ്യായിട്ട് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ആ വേദന ഞാൻ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടാ? പുലർച്ചെ എണിച്ചിട്ട് എല്ലാ പണിയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നില്ലേ? എനിക്ക് ഇതന്നെ വേണം. തുടങ്ങി എന്ത് പറഞ്ഞാലും അങ്ങനെ ഓരോ കണക്ക് പറയില്ലേ? കഷ്ടം തന്നെ. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലടാ, അതുകൊണ്ട് പറഞ്ഞതാ. ജാനകി പോട്ടെ, പിള്ളേരല്ലേ വീട്. രണ്ടാളാകത്തേല് പിള്ളേരാണ് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാ പറ്റില്ല. നിങ്ങൾ സ്നേഹിച്ച് വഷളാക്കിയിട്ടേ രണ്ടിനും മറ്റുള്ളവരുടെ സ്നേഹമോ ബഹുമാനമോ ഒന്നുമില്ല. അഹങ്കാരികളായിട്ട് മാറിയിട്ടുണ്ട്. എന്താടി നിനക്കൊരു പുച്ഛം? കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മക്കള്. നീ എന്താ പറഞ്ഞത്? അമ്മ പിശുക്കത്തിയാണെന്നല്ലേ? ആടി, ഞാൻ പിശുക്കത്തി തന്നെയാ. അങ്ങനെ പിശുക്ക് ജീവിച്ചോണ്ടാ നിങ്ങൾ രണ്ടും ഇപ്പൊ കിടന്നിങ്ങനെ വിലസുന്നത്. ആ ചെറിയ കുട്ടിക്ക് ബാഗും കൊടയും കൊടുത്തപ്പോ നീക്ക് എന്താ പറഞ്ഞത്? നീയൊക്കെ സ്കൂളിൽ പോണ കാലം തൊട്ട് പുതിയ ബാഗും കൊടയൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? അതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നടാ. ഒരു ബാഗ് പോയിട്ട് ഒരു പെൻസിൽ വാങ്ങിക്കാൻ പോലും അന്നേരം ഗതി ഉണ്ടായിരുന്നില്ലടാ. കവറിൽ ബുക്കൊക്കെ ഇട്ട് മഴയൊക്കെ നനഞ്ഞിട്ടായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പൊ മാറി മാറിയിടാൻ കുറെ യൂണിഫോമുകളില്ലേ? പഴയ കീറിയ ഡ്രസ്സ് ഇട്ടിട്ടാടാ ഞാനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പുതിയ ബാഗും കൊടയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അച്ഛനമ്മയും എപ്പോഴെങ്കിലും ഇതൊക്കെ വാങ്ങിച്ചിരുന്ന് മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കൂൾ ജീവിതം കഴിയണവരെ അങ്ങനത്തെ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലടാ. ഞങ്ങൾ അനുഭവിച്ചൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 10-15 വർഷമായിട്ടുള്ളൂ നിന്റെ അച്ഛൻ മരക്കച്ചവടം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ചോദിച്ചു നോക്കടാ.
ഓട്ടോറിക്ഷ ഓടിക്കണതൊക്കെ ഭയങ്കര പുച്ഛമായിട്ടല്ലേ നീ പറഞ്ഞത്? നിന്റെ അച്ഛൻ ഹോട്ടൽ പണിക്കും കെട്ടിട പണിക്കും ഓട്ടോറിക്ഷ ഓടിക്കാനും അങ്ങനെ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടാടാ നിന്നെ രണ്ടിനെയും വളർത്തിയത്. ആ രാഘവേട്ടന് മോൾക്ക് 2 കഷ്ണം പിസ്സ കൊടുത്തപ്പോ നിനക്ക് രണ്ടിനും സഹിക്കുന്നില്ല അല്ലേ? നിന്നെ വയറ്റിൽ വെച്ചിട്ട് 7 മാസം വരെ ഞാൻ പാടത്ത് പണിക്ക് പോയിട്ടുണ്ടടാ. അന്നൊക്കെ കൂലി വളരെ കുറവായിരുന്നു. എന്നിട്ടും ഒരു ദിവസം പോലും മുടങ്ങാണ്ട് പണിക്ക് പോകും. ദാരിദ്ര്യം മാറണ്ടേ? ആ സമയത്ത് എനിക്ക് എന്തൊക്കെ കഴിക്കാനും കുടിക്കാനും തോന്നിയിട്ടുണ്ടെന്നറിയോ? പക്ഷെ ഒന്നും വാങ്ങിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടടാ അമ്മ. അതുകൊണ്ടാ മറ്റുള്ളവരുടെ സങ്കടവും കണ്ണീരൊക്കെ കാണുമ്പോൾ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. അമ്മ സോറി അമ്മ. മക്കളെ വിഷമിപ്പിക്കാനോ കരയിപ്പിക്കാനോ വേണ്ടി അമ്മ പറഞ്ഞതല്ല. സ്വന്തം മക്കളെ വഴിതെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞെന്നുള്ളൂ. എടാ, മറ്റുള്ളവർക്ക് കൊടുത്തു കണ്ടേ നമുക്കൊന്നും സംഭവിക്കില്ലടാ. ദൈവം അതിൻ്റെ ഇരുട്ട് നമുക്ക് തരും. എൻ്റെ അമ്മ പിശിക്കുകയാണ് പറഞ്ഞിട്ടെ ഇടയ്ക്ക് ഞാനും കളിയാക്കാറുണ്ട്. സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് നിൻ്റെ അമ്മ അങ്ങനെ പിശുക്കി പിശുക്കി ജീവിച്ചിട്ടാടാ അച്ഛനിപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നത്. അച്ഛാ സോറി അമ്മ. സാരില്ല മക്കളെ, അമ്മ ദേഷ്യം വന്നപ്പോ അതോ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മക്കള് വാ, കഴിക്കെടുത്ത് വെക്കാം. സാരില്ല മക്കളെ, രണ്ടാളും പോയി കഴിക്കേ.